ബിറ്റ്കോയിൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഇപ്പോഴും ഒരു പേടിയാണ്. എന്നാൽ ഇപ്പോൾ ഇതാ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമെന്ന് അറിയപ്പെടുന്ന ഹിമാലയൻ താഴ്വരയിലെ കൊച്ചു രാജ്യമായ ഭൂട്ടാൻ ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു പരീക്ഷണം നടത്തുകയാണ്. സ്വന്തമായി മൈൻ ചെയ്തെടുത്ത ബിറ്റ്കോയിൻ ഉപയോഗിച്ച് ഒരു അത്ഭുത നഗരം പണിയുകയാണ് ഭൂട്ടാൻ. ഗെലെഫു മൈൻഡ്ഫുൾനെസ് സിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടി ഏകദേശം $100 കോടി മൂല്യമുള്ള ബിറ്റ്കോയിനാണ് രാജ്യം നീക്കിവെച്ചിരിക്കുന്നത്. സന്തോഷം കൊണ്ട് അളക്കുന്ന ഒരു രാജ്യം എങ്ങനെ ബിറ്റ്കോയിൻ വിപ്ലവത്തിന് തുടക്കമിട്ടത് എന്ന് ഒന്ന് പരിശോധിക്കാം. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഭൂട്ടാൻ ഈ ബിറ്റ്കോയിൻ പണം കൊടുത്ത് വാങ്ങിയതല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭൂട്ടാൻ ഗവൺമെന്റ് വളരെ രഹസ്യമായി ബിറ്റ്കോയിൻ മൈനിങ് നടത്തി വരികയായിരുന്നു. ഭൂട്ടാനിലെ മലനിരകളിൽ നിന്നുള്ള അതിശക്തമായ വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അധികമായ ജലവൈദ്യുതി ഉപയോഗിച്ചാണ് ഇത് മൈനിങ് ചെയ്ത് എടുത്തത്. ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് ഭൂട്ടാന്റെ പക്കൽ ഏകദേശം 10,000-ലധികം ബിറ്റ്കോയിനുകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ ഗവൺമെന്റ് ബിറ്റ്കോയിൻ ഹോൾഡറാണ് ഇന്ന് ഭൂട്ടാൻ. ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് ഇതിന് ഏകദേശം $1 ബില്യൺ, ഏകദേശം 8,500 കോടിയിലധികം രൂപ മൂല്യമുണ്ട്. ഈ തുകയാണ് ഭൂട്ടാൻ ഇപ്പോൾ പുതിയ നഗര നിർമ്മാണത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിനെ ബിറ്റ്കോയിൻ ഡെവലപ്മെന്റ് പ്ലെഡ്ജ് എന്നാണ് ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാംഗ്യേൽ വാങ്ചുക് വിശേഷിപ്പിച്ചത്. വെറുമൊരു ആധുനിക നഗരമല്ല ഗെലെഫു. ഏകദേശം 2,500 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ, അത് സിംഗപ്പൂരിന്റെ 3 ഇരട്ടി വലിപ്പം വരും. ഈ വിസ്തൃതിയിൽ പണിയുന്ന ഈ നഗരം ലോകത്തെ തന്നെ ആദ്യത്തെ മൈൻഡ്ഫുൾനെസ് സിറ്റി ആയിരിക്കും. ഇവിടെ മനോഹരമായ വാസ്തുവിദ്യയും, പ്രത്യേകം പറഞ്ഞാൽ ഭൂട്ടാനീസ് ആർക്കിടെക്ചറും ആധുനിക സാങ്കേതിക വിദ്യയും കൈകോർക്കുന്നു. നഗരത്തെ 11 മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോന്നും കാൽനട യാത്രക്കാർക്കും സൈക്ലിങ്ങിനും മുൻഗണന നൽകുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നത്. പുഴകൾക്ക് കുറുകെ നിർമ്മിക്കുന്ന വമ്പൻ പാലങ്ങൾ വെറും റോഡുകളല്ല, പകരം അവിടെ യൂണിവേഴ്സിറ്റികളും ആശുപത്രികളും സാംസ്കാരിക കേന്ദ്രങ്ങളും പ്രവർത്തിക്കും. ഈ നഗരം പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് പുനരുപയോഗിക്കാവുന്ന ഊർജ്ജത്തിലായിരിക്കും. ഇവിടെ പ്ലാസ്റ്റിക് നിരോധിക്കുകയും പരിസ്ഥിതി സൗഹൃദമായ വാഹനങ്ങൾ മാത്രം അനുവദിക്കുകയും ചെയ്യും. ഭൂട്ടാൻ ഈ ബിറ്റ്കോയിൻ വിൽക്കുകയല്ല ചെയ്യുന്നത്. പകരം ഈ ബിറ്റ്കോയിൻ നിക്ഷേപത്തെ ഒരു ഈടായി കാണിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നിക്ഷേപകരെ ആകർഷിക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ഈ മാർഗത്തിലൂടെ വിദേശ കമ്പനികളെ ഭൂട്ടാനിലേക്ക് എത്തിക്കാനും അതുപോലെ രാജ്യത്തെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങളെ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. സംഗതിയൊക്കെ ഉഷാറാണെങ്കിലും റിസ്ക് ചെറുതല്ല എന്ന് വേണം പറയാൻ. ബിറ്റ്കോയിൻ വില ഏത് നിമിഷവും മാറി മറിയാം. ബിറ്റ്കോയിൻ വില ഏത് നിമിഷവും മാറി മറിയാം. ബിറ്റ്കോയിൻ വിപണിയിലെ ചാഞ്ചാട്ടം ഈ പദ്ധതിയെ ബാധിക്കാം. ബിറ്റ്കോയിൻ വില കുത്തനെ ഇടിഞ്ഞാൽ ഈ വലിയ പദ്ധതി പ്രതിസന്ധിയിലാകാനും സാധ്യതയുണ്ട്. എങ്കിലും ഭൂട്ടാൻ അധികൃതർ ആത്മവിശ്വാസത്തിലാണ്. കൺട്രോൾഡ് റിസ്ക് എടുക്കാനാണ് ഭൂട്ടാന്റെ തീരുമാനം. മൈനിങ്ങിലൂടെ സ്വന്തമായി ഉണ്ടാക്കിയ നാണയങ്ങൾ ആയതുകൊണ്ട് തന്നെ വിപണിയിലെ തകർച്ച തങ്ങളെ അത്ര വലിയ ദോഷമായി ബാധിക്കില്ല എന്നാണ് ഭൂട്ടാൻ അധികൃതർ പറയുന്നത്. ഒപ്പം ബിറ്റ്കോയിന്റെ മൂല്യം കൂടുന്നതനുസരിച്ച് നഗരം വേഗത്തിൽ പണി തീർക്കാൻ സാധിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. എൽ സാൽവദോറിന് ശേഷം ഇത്തരമൊരു ധീരമായ നീക്കം നടത്തുന്ന ലോകത്തിലെ 2ാമത്തെ രാജ്യമായി ഭൂട്ടാൻ മാറിയിരിക്കുകയാണ്. ഇതിനോടൊപ്പം സ്വർണവുമായി ബന്ധിപ്പിച്ച് TER എന്നൊരു ഡിജിറ്റൽ ടോക്കണും അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞു. ലോകം മുഴുവൻ പണപ്പെരുപ്പവും സാമ്പത്തിക മാന്ദ്യവും ചർച്ച ചെയ്യുമ്പോൾ ഡിജിറ്റൽ യുഗത്തിന്റെ സാധ്യതകളെ എങ്ങനെ തനതായ സംസ്കാരവുമായി ചേർത്ത് നിർത്താമെന്നാണ് ഭൂട്ടാൻ കാണിച്ചു തരുന്നത്. ഇത് വെറും ഒരു സാമ്പത്തിക പദ്ധതിയല്ല, മറിച്ച് ഭൂട്ടാന്റെ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്ന തത്വത്തിന്റെ അടുത്ത ഘട്ടമാണ്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ വരുന്ന ഈ നഗരം ദക്ഷിണേഷ്യയുടെ തന്നെ ഒരു വലിയ ബിസിനസ് ഹബ്ബായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഡിജിറ്റൽ കറൻസിയിലൂടെ ഒരു പുതിയ ഭാവി പണിയാൻ ഭൂട്ടാൻ ശ്രമിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. ബിറ്റ്കോയിൻ കൊണ്ട് ഒരു സ്വർഗം പണിയാൻ ഒരുങ്ങുന്ന ഭൂട്ടാന്റെ ഈ ധീരമായ നീക്കം വിജയിക്കുമോ? ഇതൊരു വലിയ വിപ്ലവമാണോ അതോ വലിയൊരു റിസ്ക് ആണോ? കാത്തിരുന്ന് കാണണം.